ഹലോ ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് എന്നെ അവിടെ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ട് അവൻ കിടക്കുന്ന സ്ഥലത്തു നിന്ന് ഓടി വന്നതാണ്. നമ്മുടെ നാടൻ കുഞ്ഞിനെ 2 ദിവസമായിട്ട് കാണുന്നില്ല. പക്ഷെ അവനവിടെ പരിസരത്ത് ഉണ്ടെന്നുള്ളത് അവിടെ കുറച്ച് ഹിന്ദിക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവനെ അവിടെ കണ്ടു എന്നാണ് കേട്ടോ. ഇടയ്ക്ക് ആശ മുങ്ങുന്നുണ്ട്. ഭയങ്കര സ്നേഹം കേട്ടോ നമ്മുടെ ഡാഷ് കുഞ്ഞിന്. അപ്പം അവന് എല്ലാവരും ഇവൻ്റെ കാര്യത്തിൽ ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ആരും വിഷമിക്കേണ്ട, അവൻ നിൽക്കുന്ന സ്ഥലം സേഫാണ്. പിന്നെ അവന് നല്ലൊരു വീട് കിട്ടുവാണെങ്കിൽ മാത്രമേ നമ്മളവനെ കൈമാറുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാം, സ്ട്രീറ്റിൽ പല ഇതും നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. എന്നാലും ഇവരെയൊക്കെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. പിന്നെ ആഹാരമൊക്കെ ഞാനവിടെ കൊടുത്തേൽപ്പിക്കുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ഭയങ്കര ഇഷ്ടമുണ്ട്. പാല് കൊടുത്തിട്ട് നക്കി തോർത്തുന്നതാണ് കേട്ടോ. അവന് ഇഷ്ടമുള്ള കുറേ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വീട്ടിൽ വളർന്നതാണ് അവനെന്ന് അവൻ്റെ ആഹാര രീതി കൊണ്ട് മനസ്സിലായി. പിന്നെ ഒരു ബെൽറ്റൊക്കെ ഇടിച്ചിട്ടുണ്ട് ഞാൻ, ആരും പൊക്കിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2-3 ദിവസമായി ഇത് ആഹാരമൊക്കെ കഴിച്ചിട്ട് അവൻ ആ ടേബിളിൻ്റെ അടിയിൽ വിശ്രമിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, 2-3 ദിവസമായിട്ട് നമ്മളൊരു അമ്മ ഡോഗ് 2 കുഞ്ഞുങ്ങൾ അവസാനം ഉണ്ടായത്. അവളെ അന്വേഷിച്ചതാണ് കേട്ടോ. അവളെ കാണാനില്ല. അപ്പോൾ അവൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ലിയോ ഉള്ളത്, ആൻറ്റോൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ആൻറ്റോ പോയി, ആൻറ്റോയുടെ കൂടെ ഇവനൊരു വീട്ടിൽ കയറി പറ്റിയതാണ് കേട്ടോ, ആൻറ്റോയുടെ വീട്ടിൽ. അപ്പം ഇപ്പോൾ അവർ ഇവന് ബെൽറ്റൊക്കെ ഇടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവന് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട്. ഇവന് ആ വീട് മാത്രമല്ല, വേറെയും വീടുകളൊക്കെ ഉണ്ട്. ഇവന് ആരോ അവിടെ ഉപേക്ഷിച്ചതാണ്. അങ്ങനെ ഞാൻ ആഹാരമൊക്കെ കൊടുത്ത് അവിടെ പരിസരത്തൊക്കെ അവൻ നടക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ പോപ്പിമോൻ്റെ അടുത്ത് വന്നതാണ്. പോപ്പിമോന് എന്നെ കാണുമ്പോഴേ ഇങ്ങനെ കുരച്ച് ചാടി ഭയങ്കര ബഹളമാണ്. പോപ്പിമോനെക്കുറിച്ചും പലർക്കും ഭയങ്കര വിഷമമാണ്. ആരും വിഷമിക്കൊന്നും വേണ്ട, അവന് ഓടാനും ചാടാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് മാത്രമേ അഴിച്ചിടുന്നുള്ളൂ. അവലും പാലും ഉണ്ട് അവനിന്ന് കൊടുത്തത്. അവൻ്റെ ഇഷ്ട ഭക്ഷണമാണ് അവൽ, പാല്, പെഡിഗിരിയൊക്കെ എന്ത് കൊടുത്താലും ഇഷ്ടമാണ്. ഞാൻ എന്നും അവന് നല്ലൊരു ആഹാരം കൊണ്ടാണ്, അവന് ഇഷ്ടമുള്ള ആഹാരങ്ങൾ കൊണ്ടാണ് വരാറ്. അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു സ്നേഹം അവന് എന്നോടുണ്ട്. അപ്പോൾ പലരും വിഷമമാണ് പോപ്പിനെ അഴിച്ചുവിടാറില്ലെങ്കിലും അവനവിടെ സേഫാണ്. അവനത് സന്തോഷമാണ്. ചെറുതിലേ മുതലേ അങ്ങനെ ആയതുകൊണ്ട് അവനോടാനും ചാടാനൊക്കെ പറ്റുന്നുണ്ട് അവിടെ കിടന്ന്. പിന്നെ എന്തായാലും നമ്മുടെ സിൽക്ക് മോൾ കേട്ടോ. സിൽക്ക് മോൾക്ക് ഡോഗ് ഫുഡൊന്നും വേണ്ട. അവളെ അവരുടെയും കണ്ണിലുള്ളിയാണ്. അപ്പോൾ അവളെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർ ഹോട്ടലിലേക്ക് ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇവളെയും വിളിക്കും. കണ്ടാൽ ഇവൾ പുറകെ പോകും. അപ്പോൾ അവൾക്ക് പറ്റിയ ഭക്ഷണം ഹോട്ടലിൽ നിന്നാണെങ്കിൽ ഇറച്ചി, പൊറോട്ട, അതൊക്കെയാണ് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം. പിന്നെ നമ്മളിവിടെ വന്ധീകരിച്ച് ബെൽറ്റൊക്കെ ഇടിച്ച് കൊടുത്തു. വളരെ കുഞ്ഞിൽ ഉപേക്ഷിച്ച കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ അവൾക്കിപ്പോൾ 6-7 വയസ്സിൽ കൂടുതലുണ്ടെന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷമായിട്ട് ഞാൻ അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അവളെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ വന്ധീകരിച്ച് കൊടുത്തതുകൊണ്ട് അവൾ ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇവിടെ ഫാനിൻ്റെ കാറ്റും പാട്ടൊക്കെ കേട്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളെപ്പോഴും ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ എല്ലാവർക്കും ഇവള് അവിടെ എല്ലാവരുടെയും ഒരു കണ്ണിനുള്ളി ആയതുകൊണ്ട്, വളരെ ചെറുതിലേ വന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. ലാഭമാണ് കേട്ടോ അവൾ. പലരും ചോദിക്കാറുണ്ട് ഇവളുടെ കാര്യം. അപ്പോൾ സിൽക്ക് മോള് അങ്ങനെ മിടുക്കത്തിയായിട്ടിരിക്കുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്നതാണ്. ഇപ്പം ഇവരുടെ കാര്യമൊക്കെ പലരും പറയാറുണ്ട്. നമ്മൾ പറയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ നിൽക്കുന്ന സ്ഥലമൊക്കെ സേഫാണ് കേട്ടോ. പലർക്കും ഇത് വീഡിയോ കാണുമ്പോൾ അവരും സേഫ് അല്ലല്ലോ. അവർ സേഫ് അല്ലാണ്ടല്ല ഞാൻ പറയുന്നത്, ഇവരെ നമുക്ക് ആഹാരം കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം വളരെയധികം വിഷമിച്ച് പേടിച്ചാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത്. കാരണം നമുക്കൊരു ചെറിയൊരു പറമ്പ് ആദ്യം കിട്ടിയിരുന്നു, അവിടെ കയറി കൊടുക്കാനൊക്കെ പറ്റിയിരുന്നു. പക്ഷേ അവിടെയും ചിലർക്കൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട്, ഇപ്പോൾ 2 പേർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനകത്ത് ഒരാൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്ത ആളെയാണ് നമ്മൾ ഇതാക്കുക. കാരണം നമ്മൾ അവരെ ഗവനിച്ചില്ലെങ്കിൽ ഡോഗുകൾ അപകടത്തിൽപ്പെടും. പിന്നെ ആരോടും നമ്മൾ വഴക്കിന് പോയിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യം ഒരു നേരത്തെ ആഹാരം ഈ കുഞ്ഞുങ്ങൾക്ക് എത്തിക്കുക, അവരുടെ വിശപ്പ് മാറ്റാമെന്നാണ്. കാരണം നമ്മൾ അവരോട് തല്ലി പിടിക്കാനോ വഴക്കിനോ പോയാൽ ചിലപ്പോൾ നാളെ ഈ കുഞ്ഞുങ്ങളെ അവിടെ കണ്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലരോടും നല്ല രീതിയിൽ ഇതായിട്ടാണ് പോരാറ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ്, ആരോടും മുഷിഞ്ഞില്ലാതെ നമുക്ക് സമാധാനമായിട്ടുള്ളൊരു ഇതിൽ പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ പലതും ക്ഷമിക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഈ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പാവങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നതല്ല വിഷം, പക്ഷേ എങ്ങനെയൊക്കെയോ ആ കുഞ്ഞുങ്ങൾ അതിന് ബലിയാടാവുന്നു. പിന്നെ ഈ അപ്പുമോനെ 2 ദിവസമായിട്ട് കാണാനില്ല കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞിനെ ഒരിക്കലും യാദർശികമായിട്ട് ഞാൻ കണ്ടു. അവൻ്റെ മേൽ അവൻ കാണിച്ചു തരുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നിറയെ വലിയ മുറിവൊക്കെ ആയിരുന്നു കേട്ടോ. അന്ന് തന്നെ ഞാൻ ഗോഡ് ബാക്ക് പൗഡറും പിന്നെ അവന് മെഡിസിനൊക്കെ കൊടുത്തു. അപ്പോൾ അത് മാറി കേട്ടോ. അപ്പോൾ അവനെ കണ്ടപ്പോൾ ഒരു പ്രാവശ്യമാണ് ഞാൻ മെഡിസിനും മരുന്നൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവനെ കണ്ടപ്പം. പിന്നെ അതാ നമ്മുടെ ബ്ലാക്കു കേട്ടോ. ബ്ലാക്കുവിൻ്റെ വാലെപ്പോഴും ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ബ്ലാക്കുവിനും നല്ല പ്രായമുണ്ട്. അവന് ഡോഗ് ഫുഡ് ഞാൻ അവിടെ മറയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവന് ചവയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പ്രായത്തിൻ്റെ പല്ലിൻ്റെ പ്രശ്നം കൊണ്ട്. വളരെ പതുക്കെയാണ് അവൻ കഴിച്ച് തീർക്കാറ്.
അപ്പോൾ നമ്മൾ കൺമുമ്പിൽ കാണുമ്പോൾ ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ നേരത്തെ മരുന്ന് കൊണ്ട് അവർ രക്ഷപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മുമ്പ് കണ്ട ആ ഡോഗ് അങ്ങനെയാണ് കേട്ടോ. അവനെ രക്ഷിച്ച് എനിക്ക് അവനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ കുഞ്ഞിനെ ഞാൻ യാദൃശ്ചികമായിട്ട് കണ്ടതാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഞാനൊരു പിടി ആഹാരം അവനും കൊടുത്തു കേട്ടോ, പുല്ലിനെ വെച്ചിട്ട്. പിന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞിപ്പൂച്ചകൾക്ക് ഒരു ഗ്രേവിയുടെ ഒരു ഇതും, പിന്നെ നമ്മുടെ ഡാഷ് കുഞ്ഞിന് മറ്റുള്ള വേറെ ഡോഗ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു. തിരിച്ചു വരുന്ന വഴി ഞാൻ അവരുടെ വീട്ടിൽ കയറി. അപ്പോൾ അതേ ആഹാരം വെച്ച് കൊടുത്തിട്ടുണ്ട്. കക്ഷികളെ ഇവിടെ കാണുന്നില്ല. അങ്ങനെ ആ വീടിൻ്റെ പിന്നാമ്പുറത്ത് ചെന്നപ്പോഴാണ് ഇതാ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, തീരെ പൊടിക്കുഞ്ഞ് കണ്ടോ. അവർ അങ്ങനെ അമ്മയുടെ പാല് കുടിക്കാത്തതുകൊണ്ട് വളരെ ചെറുതാണ്. അപ്പം എല്ലാവരും അപ്പോൾ അവരവിടെ സേഫായിട്ടിരിക്കുന്നു. എല്ലാവരും കുറേ പേര് ചോദിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാം. നമുക്ക് കൃത്യമായിട്ട് വീഡിയോ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇടാൻ പറ്റാത്തത്. അപ്പോൾ എല്ലാവരും സഹകരിക്കാം. ഇടുന്ന വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാം. സഹായിക്കാനും പറ്റുന്നവർ അത് ചെയ്യാം.